നമസ്കാരം, ഞാൻ രഘു മാത്തൂരാണ്. പാലക്കാട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അതായത് ഞാൻ 1980 മുതൽ 83 കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ കൃഷിയിലേക്ക് എന്നൊരു അന്നത്തെ സർക്കാർ, എനിക്കത് സർക്കാർ അങ്ങനെ ഓർമ്മയില്ല, അന്നത്തെ സർക്കാർ വിദ്യാർത്ഥികൾ കൃഷിയിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ തുടങ്ങിയുള്ള ജൈത്രയാത്ര ഇന്നും അതേ രീതിയിൽ പോവുകയാണ്. അപ്പം അന്ന് ഞാൻ കുട്ടി കർഷകൻ പറഞ്ഞിട്ട് എനിക്ക് ആ 3 കൊല്ലം എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി. പക്ഷെ അന്നത്തെ കാലം പറഞ്ഞാൽ സമാധാനം ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ദാരിദ്ര്യമാണെങ്കിലും നമുക്ക് വളരെ സമാധാനം, ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ ആ കാലഘട്ടങ്ങൾ അങ്ങനെ മാറി. ഇപ്പൊ ഏകദേശം ഒരു 2000-ന് ശേഷം വളരെ വളരെ മോശം തരത്തിലാണ് നമ്മുടെ കാർഷിക മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1980-ലൊക്കെ 8.25 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. അതിപ്പോ 1.25 ലക്ഷം ഹെക്ടർ നെൽകൃഷിയായി ഇപ്പോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ പിന്നെ സപ്ലൈകോ നെല്ലെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഒരു വർഷം നമ്മള് നെല്ല് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മള് നെല്ല് കൊടുത്ത് പിന്നെ നമ്മൾ കൊയ്ത് കൊണ്ടുപോകാൻ, അതായത് എൻ്റെ അനുഭവം ശരിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ പോലെയല്ല പാലക്കാട്. ഞാൻ വയനാട്, തൃശ്ശൂർ, ആലപ്പുഴ ഇവിടെയൊക്കെ കൊയ്ത്തുത്സവത്തിന് നമ്മുടെ ചെറുവൽ രാമാട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പല ഭാഗത്തും കൊയ്ത്തുത്സവത്തിന് പോയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാക്ടറിൽ കൊയ്ത്ത് വണ്ടി കൊയ്യും, കൊയ്തിട്ട് നേരെ ചാക്കിൽ പിടിച്ചിട്ട് നേരെ സപ്ലൈകോ പിന്നെ മില്ലിലേക്ക് കൊണ്ടുപോകും. അവിടെ PMO ഉണ്ട്, കൃഷി ഓഫീസറുണ്ട്, AD ഓഫീസറുണ്ട്, പാടശേഖര സെക്രട്ടറി ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞു കൊയ്ത്ത് കഴിഞ്ഞ് ട്രാക്ടറിലേക്ക് കൊട്ടി ട്രാക്ടറിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ 2-3 പ്രാവശ്യം കാറ്റത്തിട്ട് ഉണക്കി പിന്നെ ചാക്കിലട്ടിയിട്ട് വയ്ക്കും. ഈ നെല്ല് കൊണ്ടുപോകണമെങ്കിൽ ഏകദേശം 1 മാസവും. അങ്ങനെ അതിന് സമരം പിടിക്കണം. അതിന് നമ്മൾ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിലോ അല്ലെങ്കിൽ സപ്ലൈകോന്റെ മുന്നിലോ വന്നിട്ട് സമരം പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നെല്ല് കൊണ്ടുപോയിട്ട് ഈ PRS കിട്ടാൻ നമ്മൾ അതിനും സമരം പിടിക്കണം. കാരണം ഇപ്പൊ ഞങ്ങളുടെ അതിലെ ഒരു മാത്തൂർ പഞ്ചായത്തിൽ പറഞ്ഞാൽ കണ്ണംകുളങ്ങര പാടശേഖര സമിതി പറഞ്ഞ ഏറ്റവും വലിയ പാടശേഖര സമിതിയാണ്. അപ്പൊ അതില് ഒരു 10 കർഷകന്റെ നെല്ല് കൊണ്ടുപോയാലും പിന്നെ PRS കിട്ടില്ല. എല്ലാവരുടെയും കൊണ്ടുപോയിട്ട് PRS കിട്ടുള്ളൂ. PRS കിട്ടി, പച്ചച്ചീട്ട് തന്നു, PRS കൊണ്ടുവന്നു, അതൊക്കെ ചെയ്തു, അതൊക്കെ വെച്ചു. അങ്ങനെ ഈ PRS നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് പല ബുദ്ധിമുട്ടുകളാണ്, കർഷകന്റെ കാര്യത്തിൽ പല ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അത് നമ്മൾ നേരെ വീണ്ടും ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു 18-20 ഒപ്പിടും. അത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒപ്പിടില്ല. കാരണം അത്രയും കർഷകരെ കൊടുക്കാനുള്ള എല്ലാ പദ്ധതികളും ആ കടലാസുകളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഒപ്പിട്ടു, നമുക്ക് വായ്പ തരികയാണ്. നമ്മുടെ ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ല. ആ റെസീറ്റ് നമ്മൾ പിന്നെ വായ്പ തന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മുതൽ കൊടുത്തിട്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 1 ലക്ഷം രൂപന്റെ നെല്ലാണ്, ഒരു 5 ടൺ നെല്ലാണ് ഞാൻ കൊടുത്തതെങ്കിൽ നമുക്ക് ആ പൈസ തന്നു. ആ കടവണ് തരുന്നത്, ബാങ്കുകാർ കടവണ് നമുക്ക് തരുന്നത് 1000 ഒപ്പിട്ടിട്ട്. അതിന് വലിയൊരു അടി പറഞ്ഞ സിബിൽ സ്കോർ. ഇപ്പൊ ഞാൻ ഇന്നാള് ഈ 1-ാം വിളന്റെ 2025-26 1-ാം വിളന്റെ നെൽകൃഷിന്റെ ഒരു 1.5 ലക്ഷം രൂപ ഞാൻ കാനറ ബാങ്കിൽ നിന്ന്, തേക്കുറിശി ബ്രാഞ്ച് കാനറ ബാങ്കിൽ നിന്ന് തന്നു. സിബിൽ സ്കോർ കമ്മിയായി. ഒരു 10,000 രൂപന്റെ ഒരു പിന്നെ ഫോൺ എടുക്കാൻ നമ്മൾ പിന്നെ മൊബൈൽ കടയിൽ പോയപ്പോൾ സിബിൽ സ്കോർ കമ്മിയായിട്ട് തന്നില്ല. വെറും 10,000 റുപ്യന്റെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1.5 ലക്ഷം റുപ്യന്റെ നെല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് അവസ്ഥ. പിന്നെ ആദ്യം കാനറ ബാങ്ക് ആയിരുന്നു പൈസ തരുന്നത്, പിന്നെ അത് SBI ആയി, പിന്നെ അത് യൂണിയൻ ബാങ്കായി, പിന്നെ ഫെഡറൽ ബാങ്കായി.
ഇപ്പം അങ്ങനെ തിരിഞ്ഞ് 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 വീണ്ടും കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് വന്നിരിക്കുകയാണ്. വീണ്ടും കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മാത്തൂര്, ഞങ്ങളുടെ മാത്തൂര് കണ്ണാടി പ്രാരിയും നമ്മുടെ പാലക്കാടുമാണ് നിയമസഭാ ഇലക്ഷന്റെ പരിധി വരുന്നത്. ഇപ്പൊ മാത്തൂര് പറഞ്ഞ ഒരു 16-17 കോടി വേണം. ഇപ്പൊ ബാങ്കുകൾ പറഞ്ഞപ്പോൾ അത്ര ലക്ഷം കോടികളൊന്നും ഇല്ലല്ലോ. അത് SBIയും അല്ലെങ്കിൽ ഇപ്പൊ കാനറ ബാങ്കൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് ഈ എന്താ പറയാ, നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകാർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും പിടിച്ചു നിൽക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ പോണത്. പിന്നെ നമ്മള് പാലക്കാട് ഞാനിപ്പോ പിടിച്ചു നിൽക്കുന്നത്, ഞാൻ വെറൈറ്റി നെല്ല് ചെയ്യണം ഇപ്പോൾ. രക്തശാലിയും നവര, ബ്ലാക്ക് റൈസ്, തായ്ലാൻഡ് ബ്ലാക്ക് റൈസ്, തവളക്കണ്ണൻ, ഇങ്ങനെയുള്ള നെല്ല് ഞാൻ ആയിട്ടാണ് ഇപ്പൊ നമ്മള് ജീവിതം മുന്നോട്ട് പോണത്. അപ്പൊ അന്നത്തെ കാലത്ത് ലക്ഷപ്രഭു എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടിരിക്കുന്നത് എല്ലാവരും. പിന്നെ അത് കോടികൾക്ക് യാതൊരു വിലയില്ലാണ്ടായി. ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു 2000-ന് ശേഷമൊക്കെയാണ് കോടികളുടെ ഇത് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ എന്ത് പ്രവർത്തിച്ചവർക്ക് കോടികൾ ആസ്തിയാണ്. കർഷകന്റെ കോടി പറഞ്ഞത് എന്താ? മരിച്ചു പോണ സമയത്ത് ഒരു വെള്ളക്കോടി നമ്മുടെ ശരീരത്തിടും. ഇതാണ് കർഷകന്റെ അവസ്ഥ. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയും ഈ ജൈത്രയാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമ്മൾ ഏത് രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടും നമുക്കതിനൊരു പരിഹാരമില്ല. ഒപ്പം തന്നെ അടുത്ത ഇടത് വലത് മുന്നണി ഒരുപാട്, അതായത് ഒരു സീസണിൽ ഒരു 15 പ്രാവശ്യം നമ്മുടെ പാലക്കാട് സമരം പിടിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിലും അതുപോലെ സപ്ലൈകോന്റെ മുന്നിലും. ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം തന്നെ. അപ്പൊ ഇത് ഒരു മുന്നണികൾക്ക് ഞാൻ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ അടുത്ത് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രസാദ് മന്ത്രിയുടെ അടുത്ത് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാർഷിക വിപണന മേളയ്ക്ക് പോകുമ്പോഴും ഈ വെറൈറ്റി നെല്ലായതുകൊണ്ട്, അരി ആയതുകൊണ്ട് പോകും. അവിടെ ഞങ്ങൾ നേരിട്ട് വളരെ സൗഹൃദപരമായിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുക. അദ്ദേഹത്തിന് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ എന്താണെന്നറിയില്ല, പക്ഷെ നടക്കില്ല. അപ്പൊ ആ രീതിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അങ്ങനെ അവരിനെ ഒരുപാട് കർഷകരെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ലാസ്റ്റ് ഒരു 4-5 മാസം മുമ്പ് ഒരു വഴിക്കാർ വന്നു, ഞങ്ങൾ നിങ്ങളുടെ നെല്ലെടുക്കാൻ പറഞ്ഞു. കുറെ നേതാക്കന്മാരെ വന്നിട്ട് നെല്ലെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളും അതുപോലെ കർഷകരുടെ അടുത്ത് നെല്ലെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹോട്ടൽ ഗസാലിയിൽ കൂടി. അവിടെ കുറെ കേന്ദ്രത്തെ കുറെ നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കുറെ ആൾക്കാർ എലപ്പുള്ളിയിൽ ഉണ്ടായിരുന്നു, കുട്ടനാട് ഉണ്ടായിരുന്നു, കൊല്ലംകോട് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ കർഷകർക്കും വളരെ സന്തോഷമായി. പിന്നെ അങ്ങനെ പാർവതി കല്യാണ മണ്ഡപത്തിൽ, ചന്ദ്രനഗരം പാർവതി കല്യാണ മണ്ഡപത്തിൽ അതുപോലെ കുറെ കർഷകർ, ഞങ്ങളൊക്കെ 10, 50, 100 ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ അവിടെ പരിപാടി നടന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് തിരുവനന്തപുരം പോയിട്ട് ഒരു സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യണം. ഞങ്ങൾ അതിനു മുമ്പ് ഈ നെല്ലിന്റെ പൈസ കിട്ടാണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ എന്നതുപോലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങൾ ജാഥയും വിളിച്ചിട്ട് പോകുന്ന സമയത്ത് അവിടെ ഉന്നത ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല, ജാഥ വിളിച്ചിട്ട് പോകാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി സമരം. ഒരുപാട് 10-22 ക്യാമറക്കാരുണ്ട്. അന്ന് ഞങ്ങൾ നാക്കല വെച്ചിട്ട് എംസാൻഡും മറ്റുള്ളതൊക്കെ ചെയ്തിട്ടാണ് അവിടെ സമരപരിപാടി നടത്തിയത്. അപ്പൊ അത് സമരപരിപാടി നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നെല്ലെടുക്കും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയായിരുന്നു അത്. ഇടത് സർക്കാരും വലത് സർക്കാരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ പിന്നൊരു സർക്കാർ എടുക്കുമല്ലോ പറഞ്ഞിട്ട് അവര് വളരെ നല്ല രീതിയിൽ എടുക്കും എന്ന് പറഞ്ഞ് കർഷകരൊക്കെ അത് വിശ്വസിച്ചു. ലാസ്റ്റ് അവരും ചതിച്ചു. അങ്ങനെയാണ് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഞങ്ങളന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ സ്ത്രീകളും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ 50 ആളാണ് പോയത്. അപ്പൊ ഞങ്ങൾ ഈ കോഴൽമന്നം കോർഡിനേഷൻ പറയുന്നത് വളരെ
ശക്തമായിട്ടുള്ളൊരു കോർഡിനേഷനാണ്. അതിൽ മാത്തൂരിലെ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ കണ്ണാടിയും കുഴൽമന്ദം കോർഡിനേഷൻ പറഞ്ഞാൽ കണ്ണാടിയും പെടും, പിന്നെ മാത്തൂരും പെടും, പിന്നെ 5 വേറെ നിയമസഭാ മണ്ഡലമാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 50 ആളും പിടിച്ചിട്ടൊരു ബസ്സിലാണ് ഞങ്ങൾ തിരുവനന്തപുരം പോയത്. അപ്പോൾ സമയം, പിന്നെ നഷ്ടം, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം. പക്ഷെ ആരിനെ വിശ്വസിച്ചാൽ ഇവരെന്തെങ്കിലും എടുക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളെ അർപ്പിച്ച് ഞങ്ങൾ എല്ലാ കർഷകരുടെ അടുത്തും പറഞ്ഞു നെല്ലെടുക്കുന്നുള്ളത്. പക്ഷെ അവരും ചതിച്ചു. അങ്ങനെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു രാഷ്ട്രീയക്കാരനും വിശ്വാസമില്ലാത്തൊരവസ്ഥയായി. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് കുറെ കർഷക സംഘടനകളും എല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം വേണമല്ലോ. അപ്പൊ ഞങ്ങളൊരു പ്ലാൻ ഇട്ടു, ഒരു പ്രതിഷേധ ധർണ നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം. കാരണം 1978 ഇതുപോലെ ഒരു കർഷകൻ നിന്നത്. അന്ന് അദ്ദേഹത്തിന് 5500 അത്ര വോട്ട് കിട്ടിയെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ ഒരു കർഷകരും നിന്നിട്ടില്ല. പിന്നെ നിൽക്കുന്നത് സ്വതന്ത്ര കർഷക മുന്നണിയായിട്ട് നിൽക്കുന്നത് ഈ പാലക്കാടാണ് നിൽക്കുന്നത്. പിന്നെ പല ആൾക്കാരും ചോദിച്ചു എന്തിനാണ് പാലക്കാട് നിൽക്കുന്നത്. നമുക്ക് വേറൊരു മണ്ഡലമാണെങ്കിൽ 7-8 പഞ്ചായത്തിലേക്ക് പോകണം, അത് നമുക്ക് സാധിക്കില്ല. ഇതാകുമ്പോൾ 3 പഞ്ചായത്തോടു കൂടി കഴിഞ്ഞല്ലോ. 3 പഞ്ചായത്തിലാണ് കുറച്ച് കൃഷിയുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറേ കർഷക സംഘടനകൾ പരസ്യമായിട്ടും ഉണ്ട്, കുറേ കർഷക സംഘടനകൾ രഹസ്യമായിട്ടും നമുക്ക് പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും കൂടുതൽ 100-ൽ 80 പേരും ഒരു കർഷകൻ ധൈര്യത്തോടു കൂടി വന്ന് നിന്നല്ലോ എന്ന് കുറേ ആൾക്കാർ പ്രോത്സാഹനം എന്ന് പറയുന്നുണ്ട്. പിന്നെ 20%, 80% സപ്പോർട്ടുണ്ട്, 20% മാത്രം എന്തിനാ നിന്ന് അങ്ങനെയുള്ളൊരു ഇതുണ്ട്. പക്ഷെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് 1980 തുടങ്ങി ഈ വയസ്സ് വരെയും കൃഷി ഉപജീവന മാർഗമായിട്ടാണ് പോകുന്നത്. നമ്മൾ മടുത്തു. കൃഷി പറയണത് ഇപ്പോൾ പക്ഷെ വേറെ ജോലി അറിയില്ല, കൃഷി അല്ലാണ്ട് വേറൊരു ജോലി അറിയില്ല. കൃഷി എന്ന് പറഞ്ഞാൽ ആ ബ്ലഡിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞു. ഇനി അത് നമ്മൾ താലിച്ചയിൽ വെച്ചാലും ഇപ്പോഴും കടത്തിലാണ് നമ്മൾ പോണത്. 3 ലക്ഷം 5 ഏക്കർ കൃഷി നടക്കണവന് 50,000 രൂപ കടവാണ്. അത് കൃഷി നടത്തുന്ന ആൾക്കാർക്ക് അറിയാം. പിന്നെ യുവതലമുറയ്ക്ക് വരണമെന്നില്ല. അപ്പൊ അതിന് ഇപ്പൊ നമ്മുടെ നെഹ്റു കോളേജ്, പല കോളേജുകളിൽ നിന്നും വീട്ടിലേക്ക് ട്രെയിനിങ്ങിന് വരും. അത് നമ്മൾ ഫ്രീ ആയിട്ട് സേവനം ചെയ്യണത്. അപ്പോൾ നമ്മൾ മരിച്ചു പോകും. അതന്നെ ഞാൻ പറഞ്ഞൊരു വെള്ളക്കൂടി കൊടുത്തിട്ട് നമ്മൾ മരിച്ചു പോകും. പക്ഷെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ല മണ്ണ് എങ്കിലും നമ്മൾ സംരക്ഷിച്ച് വച്ചിട്ടില്ലെങ്കിൽ അവർ നമ്മളെ ശപിക്കും. നമ്മുടെ മക്കളെ ചേരി എഴുതുക അന്നത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ട് വരും പോകും, അതൊക്കെ പറയും. അന്നത്തിന് വേണ്ടിയിട്ട് കൊറോണ വന്നപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയതാണ് അന്നത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അന്നത്തിന് വേണ്ടിയിട്ട് ഒരു കർഷക കുടുംബത്തിലവരും സമൂഹവും ബുദ്ധിമുട്ടരുത്. അപ്പൊ അതുകൊണ്ടാണ് സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും തെങ്ങുംതോട്ടം എന്ന ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.